വെൽക്കം ടു സീബർ ഇംഗ്ലീഷ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന്, ഓണ് എന്നീ പ്രിപ്പോസിഷനുകൾ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിൽ അല്ലെങ്കിൽ വാഹനങ്ങളുടെ പേര് പറയുമ്പോൾ ഏത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക? സംശയം നിങ്ങൾക്കും വന്നേക്കാം അല്ലേ? നോക്കൂ, ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടത് സ്മോൾ വെഹിക്കിൾ, ചെറിയ വാഹനങ്ങൾ, അല്ലെങ്കിൽ പേഴ്സണൽ വെഹിക്കിൾ, എന്താണ് നമ്മുടെ വ്യക്തിപരമായ വാഹനങ്ങൾ അല്ലേ? ഇത്തരം വാഹനങ്ങളുടെ മുന്നേ ആയിട്ടാണ് ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് കാർ, ടാക്സി ഇല്ലേ, ഇത്തരം ചെറിയ വാഹനങ്ങളുടെ കൂടെ നമുക്ക് ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണം നോക്കാം. How many people can fit in your car? How many people can fit in your car? എന്താണ്? എത്ര ആളുകൾ നിന്റെ കാറിനകത്ത് കൊള്ളും എന്നാണ് ചോദ്യം അല്ലേ? ഇവിടെ ഇൻ യുവർ കാർ എന്നാണ് പറഞ്ഞത്. കാർ ഒരു ചെറിയ വാഹനമാണ് അല്ലെങ്കിൽ ഒരു പേഴ്സണലായിട്ടുള്ള വാഹനമാണ്. ഇവിടെ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ദ ക്യാറ്റ് ഈസ് ഇൻ എ ടാക്സി. ദ ക്യാറ്റ് ഈസ് ഇൻ എ ടാക്സി എന്നാണ് പറഞ്ഞത് അല്ലേ? പൂച്ച എവിടെയാണ്? ടാക്സിക്കകത്താണ് അല്ലെങ്കിൽ ടാക്സിക്കുള്ളിലാണ്. ടാക്സി എന്ന വാഹനത്തോടൊപ്പം നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഇറ്റ് ഈസ് നൈസ് ടു ഗോ ഇൻ എ ടാക്സി. ഇറ്റ് ഈസ് നൈസ് ടു ഗോ ഇൻ എ ടാക്സി. ടാക്സിയിൽ പോകുക എന്നത് വളരെ നല്ല കാര്യമാണ്, അല്ലെങ്കിൽ പോവാൻ നല്ല നൈസായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. ഇങ്ങനെ ഇത്തരം വാഹനങ്ങളുടെ കൂടെ നമുക്ക് ഹെലികോപ്റ്റർ അല്ല, ഹെലികോപ്റ്റർ ഇന്നാണോ ഓണാണോ നമുക്ക് സംശയം തോന്നാം, പക്ഷേ ഇന്നാണ്. എക്സാമ്പിൾ നോക്കാം. ദ പപ്പി ഈസ് ഇൻ എ ഹെലികോപ്റ്റർ. ദ പപ്പി ഈസ് ഇൻ എ ഹെലികോപ്റ്റർ. പപ്പി എവിടെയാണ്? ഹെലികോപ്റ്ററിലാണ്. ഹെലികോപ്റ്ററിൻ്റെ കൂടെ നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് ഓൺ. ഓൺ എന്നത് പിന്നെ ഏത് വെഹിക്കിളിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്? നോക്കൂ, ലാർജ് വെഹിക്കിൾ, വലിയ വാഹനങ്ങൾ, ഓർ എ പബ്ലിക് വെഹിക്കിൾ, അല്ലെങ്കിൽ എന്താണ്, പൊതുവായ വാഹനങ്ങളുടെ കൂടെ അല്ലേ? ഇതിലൊരു എക്സെപ്റ്റ് കേസ് ഉണ്ട്. എന്താണ് എക്സെപ്റ്റ് കേസ്? എന്താണ്? ചെറിയ വാഹനങ്ങളായ 2 വാഹനങ്ങളും ഓണിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വലിയ വാഹനങ്ങൾ കൂടാതെ 2 ചെറിയ വാഹനങ്ങൾ ഏതൊക്കെയാണവ? ബൈസിക്കിൾ അല്ലേ, നമ്മുടെ സൈക്കിൾ, അതുപോലെ മോട്ടോർ സൈക്കിൾ, ബൈക്ക്. ഇതിൻ്റെ 2ൻ്റെ കൂടെയും ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ചേർക്കേണ്ടത്. അത് നമ്മൾ സ്പെഷ്യലായി പഠിക്കണം. ഉദാഹരണം നോക്കാം. ദി ഡോഗ് ഈസ് ഓൺ ദി മോട്ടോർ സൈക്കിൾ അല്ലേ? ദ ഡോഗ് ഈസ് ഓൺ ദി മോട്ടോർ സൈക്കിൾ. ഡോഗ് എവിടെയാണ് ഇരിക്കുന്നത്? മോട്ടോർ സൈക്കിളിൻ്റെ മുകളിലാണ്. ആ ഒരു അർത്ഥത്തിൽ അത് പഠിച്ചെടുക്കാം. സൈക്കിളിൻ്റെയും ബൈക്കിൻ്റെയും മുകളിലാണ് നമ്മൾ ഇരിക്കാറ്, അതുകൊണ്ടാണ് ഓൺ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി ചിന്തിക്കാം. I have never traveled on a plane. I have never traveled on a plane. ഞാൻ എന്താണ്? ഒരിക്കലും പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. ഓൺ എ പ്ലെയിൻ എന്നാണ് പറഞ്ഞത്. മറ്റൊരു ഉദാഹരണം. I don't like to go on train. I don't like to go on train. എനിക്ക് ട്രെയിനിൽ പോകുന്നത് ഇഷ്ടമല്ല. ഓൺ ട്രെയിൻ എന്നാണ് പറഞ്ഞത് അല്ലേ? ട്രെയിൻ ഒരു വലിയ വാഹനമാണ്, അതുപോലെ ഒരു പബ്ലിക് വെഹിക്കിൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഷിപ്പാണെങ്കിലോ? ഷിപ്പ് ഓണാണോ ഇന്നാണോ? സംശയം വേണ്ട, ഓണാണ്. ഹാവ് യു എവർ ബീൻ ഓൺ എ ഷിപ്പ് അല്ലേ? ക്വസ്റ്റ്യനാണ്. ഹാവ് യു എവർ ബീൻ ഓൺ എ ഷിപ്പ്? നീ എപ്പോഴെങ്കിലും ഷിപ്പിൽ പോയിട്ടുണ്ടോ അല്ലേ? ഒരു കപ്പലിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഷിപ്പ് ഒരു വലിയ വാഹനമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ഉപയോഗിക്കാം. ഇത്തരത്തിൽ വാഹനങ്ങളുടെ കൂടെ ഇന്നാണോ ഓണാണോ, ഏത് വാഹനങ്ങളുടെ കൂടെയാണ് ഇവ ഉപയോഗിക്കേണ്ടത് എന്ന സംശയം മാറിക്കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണേ.